الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മാനവരാശിയെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്
ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരും അവർക്കായി അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളും മാനവരാശിയെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വഴി നടത്താൻ അന്ധകാരത്തിൽ നിന്നും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ജനസാഗരങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുവരാൻ നയിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ തുടങ്ങി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്ന പ്രവാചക ശൃംഖല ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയക്കുന്നത്. ഏതൊരു സമൂഹമായിരുന്നാലും ഏതൊരു കാലഘട്ടമായിരുന്നാലും പ്രവാചകന്മാരില്ലാത്ത, താക്കീതുകാരില്ലാത്ത, മുന്നറിയിപ്പുകാരില്ലാത്ത ഒരു സമൂഹമോ കാലമോ ഉണ്ടായിട്ടില്ല എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. മുന്നറിയിപ്പുകാരൻ വരാത്ത, താക്കീതുകാരൻ വരാത്ത ഒരു സമൂഹം മുൻകഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ പ്രവാചകന്മാരും അവർ ഉൾക്കൊള്ളുന്ന നാട്ടിലേക്കും അവർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലേക്കും ആയിരുന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയല്ല. ഈ ലോകം തകർന്ന് തരിപ്പണമാകുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ജനസഞ്ചയത്തിന് ഹിദായത്തെന്നോണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്നത്. ജൂതന്മാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ക്രിസ്തീയ സഹോദരങ്ങളിലേക്ക്, നസ്രാണികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സമൂദ് ഗോത്രത്തിലേക്ക്, സമൂദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക കാലത്തേക്കോ പ്രത്യേക സമൂഹത്തിലേക്കോ സമുദായത്തിലേക്കോ അല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് വഴികാട്ടിയായി, മാർഗനിർദ്ദേശകനായി, മുന്നറിയിപ്പുകാരനായി കൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെടുന്നത്. ഖുർആൻ പറഞ്ഞു, സൂറത്തു സബയിലെ 28-ാമത്തെ ആയത്തിൽ, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്. സകല ജനങ്ങൾക്കും വേണ്ടിയാണ് താങ്കളെ ഞാൻ പറഞ്ഞയച്ചിട്ടുള്ളത്. ബഷീറൻ വനദീറ. സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെ കുറിച്ചുള്ള താക്കീതും നൽകാനാണ് താങ്കളെ നിയോഗിച്ചത്. വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ. അധികം ആളുകളും ഇത് ഉൾക്കൊള്ളുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് മരണത്തിന് ശേഷം ഒരു സ്വർഗമുണ്ട് എന്നും കാലാകാലം ജീവിക്കാനുള്ള ലോകമാണ് എന്നും അതിലേക്ക് എത്തിപ്പെടാൻ അമലു സ്വാലിഹകളും ആരാധനകളും ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിക്കുവാനും നരകമുണ്ട് എന്നും പടച്ച തമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുന്ന ആളുകളുടെ അന്ത്യം നരകമാണ് എന്നുള്ള മുന്നറിയിപ്പ്, വാണിംഗ്, താക്കീത് നൽകാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിലുള്ള ദൗത്യം. ഖിയാമത്ത് നാൾ വരെയുള്ള ജനസഞ്ചയത്തിന്റെ പ്രവാചകനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖുർആൻ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ
അബാ അഹദിൻ മിൻ റിജാലികും, നിങ്ങളുടെ ആരുടെയും പിതാവല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, വലാകിൻ റസൂലുള്ളാഹ് വഖാതമുൻ നബിയ്യീൻ, അല്ലാഹുവിന്റെ ദൂതനാണ്, അന്ത്യപ്രവാചകനാണ്. ഒരാളുടെയും പിതാവല്ല, ഒരാൾക്കും പിതൃത്വം അവകാശപ്പെടാനില്ല. അന്ത്യപ്രവാചകനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല. പലരും പറയുന്നു, പലരും അള്ളാഹുവിന്റെ ദൂതന്മാരാണ്, റസൂലാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് വാദിച്ചു. അങ്ങനെ പല ആളുകളും അള്ളാഹുവിന്റെ അവതാരമാണെന്നും അള്ളാഹു നിയോഗിച്ച ആളുകളാണെന്ന് അവകാശപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകനും ഇനി വരാനില്ല. മറ്റുള്ള ഒരു പ്രവാചകനും തന്റെ അനുയായികളെ ഏൽപ്പിക്കാത്ത മഹത്തായ ഒരു ദൗത്യവും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ നിന്നും വിട ചോദിക്കുന്നത്. ദീനിന്റെ പരിപൂർണത പ്രഖ്യാപിച്ച പ്രവാചകൻ ദീനിലേക്ക് കൂട്ടിച്ചേർക്കാനോ വെട്ടിമാറ്റാനോ ഒന്നുമില്ല എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അലാ അൽ ബല്ലഗ്തുക്കും, നിങ്ങൾക്ക് ഞാൻ എന്റെ ദൗത്യം എത്തിച്ചു തന്നില്ലേ? ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങേ ഏൽപ്പിച്ച ദൗത്യം 100% പരിപൂർണമായി അങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച തമ്പുരാനെ സാക്ഷി നിർത്തി, അല്ലാഹുമ്മ ശഹദ്, അല്ലാഹുമ്മ ശഹദ്, അല്ലാഹുമ്മ ശഹദ്, പടച്ച തമ്പുരാനെ നീ എന്നെ ഏൽപ്പിച്ച എന്റെ ദൗത്യവും എന്റെ ഉത്തരവാദിത്വവും കൃത്യമായും പരിപൂർണമായും ഞാനിതാ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, അലാ ലിയുബല്ലിഗു ശാഹിദു അൽ ഗായിബ, നിങ്ങളെ ഞാൻ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. ഇസ്ലാമിനെ കുറിച്ച്, ഈമാനിനെ കുറിച്ച്, ഇഹ്സാനിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് അറിഞ്ഞ നിങ്ങളില്ലേ, അത് അറിയാത്ത ആളുകളിലേക്ക്, ഈ ദൗത്യം മനസ്സിലാക്കാത്ത ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഏറ്റവും മഹത്തായ ഉത്തരവാദിത്വം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. ഒരു ജൂതന്റെ മയ്യത്ത് പ്രവാചകന്റെ മുമ്പിലൂടെ പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു. ആ മയ്യത്തങ്ങ് കടന്നു പോയപ്പോൾ പ്രവാചകൻ പൊട്ടി പൊട്ടി വിങ്ങി കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് അങ്ങ് കരയുന്നത്? ഒരു ജൂതന്റെ മയ്യത്തല്ലേ? ജൂതനും ഒരു മനുഷ്യനല്ലേ? ഈ ജൂതനെങ്ങാനും നാളെ പരലോകത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ചോർത്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചത്. സഹോദരങ്ങളെ, നമുക്ക് ഈ ബേജാറുണ്ടോ? നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഈ ദുനിയാവിന്റെ നന്മയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള കെട്ടുറപ്പിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് നെട്ടോട്ടമോടുമ്പോൾ നമ്മെ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് കൊടുത്ത അതേ ദൗത്യം പ്രവാചകന്റെ അനുയായികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ മുഖേന ഒരാളെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നീ കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചാൽ ഈ ദുനിയാവിലെ സകല സൗഭാഗ്യങ്ങളെക്കാളും നിനക്ക് ഏറ്റവും നല്ലതെന്താണ്? നിന്റെ വാക്കുകൊണ്ട്, നിന്റെ നിർദ്ദേശം കൊണ്ട്, നിന്റെ ഉപദേശം കൊണ്ട്, നിന്റെ ഇടപെടലുകൾ കൊണ്ട്, നിന്റെ പെരുമാറ്റം കൊണ്ട് ഒരാളെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നിന്റെ വീടിനേക്കാൾ,
നമ്മുടെ ബിസിനസിനേക്കാൾ, നമ്മുടെ കച്ചവടത്തെക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ നാം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകട്ടെ, ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളാകട്ടെ, അതിനേക്കാൾ ഉപരി നമ്മൾ മുഖേന അങ്ങനെ ഉണ്ടായിണോ? നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും ഹിദായത്തേക്ക് വന്നോ? നമ്മളെ കണ്ടുകൊണ്ട് പള്ളി മാറിയ, മഹല്ല് മാറിയ കുറെ ആൾക്കാരുണ്ട്. മൂപ്പരുള്ള കാലത്തോളം ഞാൻ പള്ളിക്ക് കയറൂല. നമ്മളെ കണ്ടുകൊണ്ട് ആരെങ്കിലും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത് നമ്മോടാണ്, നമ്മുടെ മനസ്സാക്ഷിയോടാണ്. അള്ളാന്റെ കോർട്ടിൽ വെച്ച് പടച്ച തമ്പുരാൻ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് ഖുർആൻ ഒന്ന് ഓതിത്തരാൻ ആവശ്യപ്പെടുന്നു. എന്തിനാണ് പ്രവാചകരെ അങ്ങേക്കിറങ്ങിയ ഖുർആൻ ഞാൻ എന്തിനാണ് ഓതിത്തരുന്നത്? പ്രവാചകൻ പറഞ്ഞു, മറ്റൊരുത്തന്റെ നാവിൽ നിന്നും ആ ഖുർആൻ ഒന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇബ്നു മസ്ഊദെ, അങ്ങൊന്ന് ഓതിത്തരണേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതി 41-ാമത്തെ ആയത്തെത്തി. ഏതാണ് ആയത്ത്? ഫകൈഫ ഇദാ ജഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജഇനാ ബിക അലാ ഹൗലാഹി ഷഹീദാ. ഈ ആയത്താണ് കേട്ടപ്പോൾ പ്രവാചകൻ പൊട്ടി പൊട്ടി കരയാ. നിർത്താൻ പറഞ്ഞോട്ട് മതി ഇബ്നു മസ്ഊദെ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഫകൈഫ ഇദാ ജഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ. നാളെ പരലോകത്തിൽ നിന്ന് ഓരോ സമൂഹത്തിൽ നിന്നും ഓരോ സാക്ഷികളെ ഞാൻ അള്ളാന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുമ്പോൾ, പടച്ചോൻ പറയാണ്, എന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ, വജഇനാ ബിക അലാ ഹൗലായി ഷഹീദാ, ഈ മുസ്ലിം സമൂഹത്തിന് നിന്റെ അനുയായികൾക്ക് ദീന് എത്തിച്ചു കൊടുത്തു എന്നതിന് അള്ളാന്റെ കോർട്ടിൽ നിന്നെ ഞാൻ സാക്ഷിയായി ഹാജരാക്കുന്ന. പ്രവാചകൻ പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നു. അള്ളാഹു നമ്മെ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. നമുക്ക് കിട്ടിയ ദൗത്യവും നമുക്ക് കിട്ടിയ പ്രബോധനവും നമുക്ക് കിട്ടിയ ദഅവത്തും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയേറ്റർ, ഒരു മധ്യമ സമൂഹമായി മാറ്റിയിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മത്തും വസത, നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിട്ടുണ്ട്. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ ഹിദായത്ത് എത്തിച്ചു കൊടുത്തു എന്നതിന് നിങ്ങളാണ് സാക്ഷികൾ. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾക്ക് വേണ്ടി സാക്ഷിയായി പ്രവാചകനെ ഹാജരാക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു എന്നതിന് നിങ്ങളാണ് അള്ളാന്റെ കോർട്ടിൽ സാക്ഷികളായി വരേണ്ടത്. റസൂല് നമുക്ക് ഏൽപ്പിച്ചു എന്നുള്ള സത്യമാണ്. നമ്മൾ ആർക്ക് എത്തിച്ചു കൊടുത്തത്? അങ്ങനെ ഉണ്ടായിണോ? സംഭവിച്ചണോ? നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുക. ഓരോരുത്തരോടും ചോദിക്കുന്ന, പ്രവാചകന്മാരോട് മാത്രല്ല. സൂറത്തുൽ അഅറാഫ് എന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. 6-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. പ്രവാചകന്മാർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമൂഹത്തെയും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മളൊക്കെ മറുപടി അറിയിക്കും. ഏതെങ്കിലും ഉസ്താദുമാരുടെയോ ഏതെങ്കിലും പണ്ഡിതന്മാരുടെയോ ഏതെങ്കിലും മൗലവിമാരുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഉത്തരവാദിത്തമല്ല ദഅവത്ത്. ഷഹാദത്ത് കലിമ ചൊല്ലിയ ഓരോ മുസൽമാനും മറ്റുള്ള ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കേണ്ട ഏറ്റവും മഹത്തായ ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ എന്ത് ചെയ്തത്? എത്ര വയസ്സായി നമുക്ക്? നമ്മൾ എന്തെല്ലാം വർത്താനങ്ങളും പറയുന്നുണ്ട്. പീഡിക തിണ്ണയിലിരുന്ന്
വേണ്ടതിനും വേണ്ടാത്തതിനും തർക്കിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന നമ്മളെ വർത്താനം കൊണ്ട് ഖുർആനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, പരലോകത്തിനെ കുറിച്ച് ഒരു വർത്താനം നമ്മൾ ഉണ്ടായോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാളും നല്ല വർത്തമാനങ്ങൾ പറഞ്ഞവർ മറ്റാരുണ്ട്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ ഒരു മുസൽമാനാണെന്ന് പറയുകയും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തവനേക്കാളും നല്ല വർത്തമാനം പറഞ്ഞവൻ മറ്റാരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആ വർത്താനം നമ്മൾ പറഞ്ഞണോ? ഞാൻ തെറ്റിച്ചാൻ പോണ്ട, ഓലേക്ക് പോയിക്കോട്ടെ. കുടുംബക്കാരൊക്കെ വിദേത്തും ഖുറാഫാത്തും ശിർക്കും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നല്ല ആളായ നമ്മൾ ദൗത്യം നിർവഹിച്ചോ? നമ്മള് പറയേണ്ട സമയത്ത് പറയാതിരിക്കുക എന്നത് നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദതയാണെന്ന് റസൂൽ പഠിപ്പിച്ച. നിങ്ങളെ നിന്ദിക്കരുത്. സഹാബത്ത് ചോദിച്ചു, ഞങ്ങളെ നിന്ദിക്കേ? അതെ, ഒരു വേദിയിൽ, ഒരു സാഹചര്യത്തിൽ, ഒരു സന്ദർഭത്തിൽ, ഒരു കാലഘട്ടത്തിൽ, ഒരു ജനറേഷനിൽ നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആത്മവഞ്ചനയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ബേജാറോടുകൂടി, പേടിയോടുകൂടി ഓർക്കണം നമ്മളെ കുറിച്ച്. അള്ളാഹ് പറഞ്ഞെന്താ ഞങ്ങള്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച ഏറ്റവും ഉത്തമ സമൂഹമാണ് നിങ്ങൾ ബാക്ക് വേർഡല്ല. OBCക്ക് വേണ്ടി നിങ്ങൾ വരി നിൽക്കേണ്ട ആളുകളല്ല നിങ്ങള്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച ഏറ്റവും നല്ല സമൂഹമാണ്. നിങ്ങൾ അടയാളം എന്താ? തഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല സമൂഹത്തിന്റെ അടയാളം. അതിന് നമ്മളുണ്ടോ? കേട്ടോ കേട്ടില്ലേ നോക്കണ്ട, ഉൾക്കൊണ്ടോ നോക്കണ്ട. പ്രവാചകൻ ദഅവത്ത് നടത്തി, പലരും ഉൾക്കൊണ്ടില്ല. ഫമൻ ശാഅ ഫൽയുമിൻ, വേണ്ടവരെടുത്തോട്ടെ, വേണ്ട ആൾക്കാർ തിരസ്കരിച്ചോട്ടെ. പറയുക എന്നുള്ളത് നമ്മുടെ ദൗത്യ. ഇല്ലൽ ബലാഉൽ മുബീൻ, എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഉൾക്കൊള്ളേണ്ടതില്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. സംഘടിതമായി ദഅവാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ചുക്കാൻ പിടിക്കണം. അല്ലാഹുവിന്റെ ആജ്ഞയാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ളലാലത്തിൽ നിന്ന് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ, അനാചാരത്തിൽ നിന്ന് യഥാർത്ഥ സുന്നത്തിലേക്ക് ജനങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുവരാൻ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാമൂലുകളും വെടിഞ്ഞ് ഏകദൈവ സിദ്ധാന്തത്തിന്റെ ഏറ്റവും മഹിതമായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, ഖുറാഫാത്തുകൾ വെടിഞ്ഞ്, മാമൂലുകൾ വെടിഞ്ഞ്, നാട്ടാചാരങ്ങൾ വെടിഞ്ഞ് യഥാർത്ഥമായി പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമൂഹം വരട്ടെ. യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്ന. ഈ ആയത്തിന്റെ അവസാനത്തെ പറഞ്ഞേ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഇസ്ലാഹ് നടക്കണം. ഓരോ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്ത ആ റിസാലത്തിനെതിരായി അസമൂഹം വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രതിമകളെയും പ്രതിഷ്ഠകളെയും തച്ചുടച്ച് ഏകനായ, അജയ്യനായ, അതുല്യനായ, ഊണില്ലാത്ത, ഉറക്കമില്ലാത്ത, തുല്യതയില്ലാത്ത പടച്ച തമ്പുരാനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് ബിംബങ്ങളെ തച്ചുടച്ച
ആ ഇബ്രാഹിം നബിയുടെ ബിംബം. എങ്ങനെ? എല്ലാ ബിംബങ്ങളെയും തച്ചുടക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബിംബം പ്രവാചകൻ പ്രബോധന പ്രവർത്തനവുമായി കടന്നു വരുമ്പോൾ അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഭൂലോകത്ത് ഉണ്ടാക്കിയ ഒന്നാമത്തെ ഭവനമായ കഅബാലയത്തിൽ 300 ചില്ലാന ബിംബങ്ങള്. ഏതൊരു ആദർശമാണോ പ്രബോധനം ചെയ്തെങ്കിൽ ആ ആദർശത്തിന് ഘടക വിരുദ്ധമായി പ്രവാചകന്റെ അനുയായികൾ മാറിയെങ്കിൽ ഇപ്പത്തെ അവസ്ഥ ആലോചിച്ചു. എല്ലാരും അവകാശപ്പെടുക ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ, ഞങ്ങളാണ് പ്രവാചകന്റെ യഥാർത്ഥ പിന്തുടർക്കാരെന്ന് അവകാശപ്പെടുക. ഇതാരാണ്? സാധാരണക്കാര് അങ്കലാപ്പിൽ പെടുക. എല്ലാവരും ഓതുന്ന ഖുർആന, എല്ലാവരും പറയുന്ന ഹദീസ, എല്ലാവരും പറയുന്ന സഹാബത്തിന്റെ ചരിത്രമാണ്. എന്ത് ചെയ്യും നമ്മള്? സഹോദരങ്ങള്, ഏറ്റവും പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, ബദൽ ഇസ്ലാം വരീബ, ഇസ്ലാം കടന്നു വന്നപ്പോൾ അപരിചിതമായ രൂപത്തിൽ, നാട്ടിലില്ലാത്ത ഒരു കാര്യവുമായി വന്ന രൂപത്തിൽ ജനങ്ങൾ നോക്കിക്കണ്ടിരുന്നു. കാരണന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെയും മരിച്ചുപോയ മഹാത്മാക്കളെയും മാറ്റി ഏകനായ പടച്ച തമ്പുരാനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞപ്പോഴേ അറേബ്യയിലെ ആളുകള് എന്തോ ഒരു കൗതുക രൂപത്തിൽ, അപരിചിതമായി, പരിചയമില്ലാത്ത രൂപത്തിൽ ദീനിനെ കണ്ടു. ബദൽ ഇസ്ലാം വരീബ, തികച്ചും അപരിചിതമായി ദീന് കടന്നു വന്നെങ്കിൽ ദീന് വന്നപ്പോൾ ഏത് രൂപത്തിൽ കണ്ടുവോ അതേ അവസ്ഥയിലേക്ക് തന്നെ ദീനിന്റെ അവസാനവും മാറും. ദീനിലിപ്പോ അടിയുറച്ചു നിൽക്കുന്ന ആൾക്കാരെ കുറ്റംവാദികള്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ശരിക്ക് അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ. അർത്ഥനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും സുജൂദും പടച്ചോനെ സമർപ്പിക്കാവൂ. 23 കൊല്ലം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ചതിന് അപ്പുറമായി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ ബുദ്ധംവാദിയാകാം? എങ്ങനെ പിഴച്ചവാദികളാകും? വിധി പ്രവർത്തകരാണ് സലഫികളെന്നും അവരെ കണ്ടാൽ സലാം പറയരുതെന്നും സലാം പറഞ്ഞാൽ മടക്കരുതെന്നും അതുപോലെ തന്നെ അവരൊരു ക്ഷണത്തിന് ഉത്തരം നൽകാൻ പാടില്ല എന്നും മരിച്ചാൽ പോലും സഹകരിക്കരുതെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ എന്ത് തെറ്റിയത്? ഈ അവസ്ഥ വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. പ്രവാചകനെ മാരണക്കാരെന്ന് വിളിച്ചില്ലേ, സാഹിർ എന്ന് വിളിച്ചില്ലേ, ഭ്രാന്തൻ എന്ന് വിളിച്ചില്ലേ, സമുദായത്തിന്റെ ഐക്യം തകർക്കുന്നവരെന്ന് വിളിച്ചില്ലേ, കാരണന്മാരെ തള്ളി പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞില്ലേ? ഇന്ന് മുജാഹിദുകളതാ കേൾക്കണേ. മുജാഹിദുകളും സലഫി പ്രസ്ഥാനവും കേട്ടുകൊണ്ടിരിക്കുന്ന അതാ. റസൂലിനോട് ചോദിച്ചു, ആരാണ് ഈ അബിരുദായ ആളുകള്? പ്രവാചകരെ, പ്രാരംഭ കാലഘട്ടം പോലെ തന്നെ അവസാന കാലഘട്ടവുമായി മാറുമെന്ന് പറഞ്ഞില്ലേ? ആരാണ് ഈ ഉറബാൽ? പ്രവാചകൻ പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസു മിൻ ബഅദി മിൻ സുന്നതി, വികലമാക്കിയ എന്റെ സുന്നത്തിൽ നിന്നും എന്റെ യഥാർത്ഥ സുന്നത്തിലേക്ക്, എന്റെ ജീവിതചര്യയിലേക്ക് ഈ സമൂഹത്തെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആളുകൾ ആരാണോ അവർക്ക് എന്റെ മംഗളം. ഇസ്ലാഹി പ്രവർത്തനം ചെയ്യാനുള്ളതാ. പ്രവാചകൻ പ്രബോധനം ചെയ്തതിനപ്പുറത്ത് ഒരു പുള്ളിക്കോ ഒരു വള്ളിക്കോ ഒരു ആദർശത്തിനോ കടുക് മണിയോളം മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയും നമ്മള്. സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇസ്ലാം നടക്കണം. 1922 കാലഘട്ടത്തിൽ സംഘടിതമായ ഒരു പ്രബോധന പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ആദ്യമായി ഉണ്ടാക്കിയ സങ്കേതങ്ങള് നിഷ്പക്ഷം, ഒരു പക്ഷം നിൽക്കാത്ത സംഘം. കുറച്ചുകൂടി അടുത്ത ഘട്ട നിഷ്പക്ഷ സംഘമാണ് മുസ്ലിം സംഘമായി അറിയപ്പെട്ടത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ 1924 സമാരംഭം കുറിച്ച നവോത്ഥാന സംരംഭമാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള
ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നതിന് മുമ്പേ. എങ്ങനെ? ആരാ പഴഞ്ചന്? നമ്മളാ? ആരാ പുത്തൻവാദികള്? രണ്ടാമതുണ്ടാവല നമ്മളാണ് ആദ്യമായി 1924 ഈ കഴിഞ്ഞ 24 ആകുമ്പോഴേക്കും 100 കൊല്ലം പൂർത്തിയായി. ഒരു നൂറ്റാണ്ട്, സെഞ്ചുറി പൂർത്തിയായി. KJU എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള ജമിയത്തുൽ ഉലമ, മക്തി തങ്ങളും ഹമദാനി തങ്ങളും വക്കം മൗലവിയും ആദ്യമായി ഉണ്ടാക്കിയ സംഘടിതമായിട്ടുള്ള പ്രബോധനത്തിന്റെ ഐക്യരൂപമാണ് KJU. 1924 ആലുവയിൽ നടന്ന മെയ് മാസത്തിൽ 10, 11, 12 തീയതികളിൽ ആലുവയിൽ നടന്ന ആ കോൺഫറൻസിന്റെ ആ സമ്മേളനത്തിനോടനുബന്ധമായി കൊണ്ടാണ് കേരള ജംഇയ്യത്തുൽ ഉലമ 1924 മെയ് മാസത്തിൽ നിലവിൽ വരുന്നത്. പണ്ഡിതന്മാർ ഐക്യപ്പെടാനും ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ ഫത്വ കൊടുക്കുമ്പോൾ ആ ഫത്വ ഏകീകരിക്കാൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും ജനങ്ങളെ മാറ്റി യഥാർത്ഥ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനാണ് സംഘടന രൂപീകരിച്ചത്. 1967 യുവാക്കൾക്ക് വേണ്ടി ISM രൂപീകരിച്ചു. 1970 വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതുപോലെ 1987 മുസ്ലിം ഗേൾസിന് വേണ്ടി, വനിതകൾക്ക് വേണ്ടി, ഇതൊക്കെ ദഅവത്തിന് വേണ്ടി രൂപീകരിച്ചതാ. വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാന മണ്ഡലങ്ങളിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ഇസ്ലാഹി പ്രസ്ഥാനം തന്റെ പ്രബോധന ദൗത്യവുമായി വരുമ്പോൾ 1920കളിൽ പെണ്ണുങ്ങൾക്ക് അക്ഷരജ്ഞാനം പാടില്ല എന്ന് പറഞ്ഞു, എഴുത്തും വായനയും പാടില്ല എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഹറാമാണെന്ന് പറഞ്ഞത്. പന്നിയങ്കരയിലെ, കോഴിക്കോട് പന്നിയങ്കരയിലെ സുലൈഖ രവിക്ക് പ്രേമലേഖനം അയക്കാനുള്ള കാരണം സുലൈഖാനെ പഠിപ്പിച്ചതുകൊണ്ടാ. മൂര്യന്മാര് പാതിരാ പ്രസംഗങ്ങളിൽ പാടി, സുലൈഖാതുനാ ഖതത് ഖുതൂതൻ ഇലാ രവി ഫമാദാക ഇല്ലാ മിൻ ശുറൂറിൽ കിതാബതി. സുലൈഖ രവിക്ക് പ്രേമലേഖനം അയക്കാനുള്ള കാരണം സുലൈഖാനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. ഞാനും പെണ്ണുങ്ങളെ പഠിപ്പിക്കാൻ പാടില്ലെന്ന് അന്ന് സമസ്ത പ്രഖ്യാപിച്ചു. മദ്രസ പാടില്ല എന്ന് പറഞ്ഞു. എല്ലാത്തിനും ബൈത്തും വരും. ഒരു കാലത്തും ലാ തജ്അലൂന ബനീന മദ്രസ ബയ്യിൽ യതഅല്ലമൂന. ഒരിക്കലും മദ്രസയ്ക്ക് കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞോൽക്കാണ് ഏറ്റവും കൂടുതൽ മദ്രസ. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞ ആളുകളുടെ സംഘടനകൾ അറിയപ്പെടുന്നത് ഇംഗ്ലീഷിന്റെ ലെറ്ററിൽ. എത്തിങ്ങാന പാടില്ല, എത്തീമുൻ ഖാനവു. എത്തിയാ കാണാറുണ്ട് ചില ആൾക്കാര്. എന്തേലും കൊടുത്താല് അങ്ങോട്ട് എത്തിയാല് കാണാം. എത്തീമുൻ ഖാനവു, യതീമിനെ വഞ്ചിക്കാനാ. 1921 കാലഘട്ടത്തിൽ മുസൽമാന് മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം തപ്പിക്കലുകൾ മൂല്യന്മാരൊക്കെ നീട്ടി ഉഷാറായിട്ട് അന്നത്തെ 10-15 തീറ്റിയിട്ടില്ല. ഇസ്ലാഹി പ്രസ്ഥാനം നവോത്ഥാന പ്രബോധന പ്രവർത്തനങ്ങളിൽ നടത്തിയ വിപ്ലവ, ഇന്ന് അതിന്റെ പിന്തുടർമ്മക്കാരും അവകാശികളുണ്ട് സഹോദരങ്ങളെ. 1977 പിലാത്തറ സമ്മേളനം നടക്കണമെന്ന് നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ AP അബ്ദുൽ കരീം പറഞ്ഞ അന്യർത്ഥമായി ഇന്നിങ്ങനെ കൂടാൻ നമുക്ക് കഴിയൂലായിരുന്നു. ജനബാഹുല്യം കൊണ്ടെന്ന് പറഞ്ഞതെങ്കിൽ 2002 ആകുമ്പോൾ ഭിന്നിച്ച് തവിട് പൊടിയായി നമ്മൾ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ നമ്മൾ സംഘടിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഭിന്നമായ ചേരികളുമായി വളരും തോറും പിളരുക. എന്തിനാണ് ഈ പിളരുന്നത്? എന്തിനാണ് നമ്മൾ സമസ്തയിൽ നിന്ന് അത് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ഖബർ വ്യവസായത്തിൽ നിന്ന് എന്തിനാണോ നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവെങ്കിൽ അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അള്ളാഹനെ മാത്രം ആരാധിക്കാവൂ. അർത്ഥനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും സുജൂദും
പടച്ച തമ്പുരാന് മാത്രമേ സമർപ്പിക്കാവൂ. എവിടെ വെച്ചും എന്നെ സഹായിക്കാൻ പടച്ച തമ്പുരാൻ മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച് കടന്നു വന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നമ്മൾ ശിർക്കിടുന്നു. പല വേദികളിലും തിരുത്തപ്പെട്ടെങ്കിലും നമുക്ക് ഒന്നാകാനും നന്നാകാനും ദഅവാ മാർഗത്തിലേക്ക് മുന്നേറാനും എന്ത് നമുക്ക് തടസ്സം? ആദർശത്തെക്കാളും വലുത് നമുക്ക് പണമായി മാറിയോ? നമുക്ക് മറ്റു പലതുമായി മാറിയോ? സഹോദരങ്ങളെ, എല്ലാം മറന്ന് ഇസ്ലാഹി പ്രവർത്തകർ പ്രത്യേകിച്ചും ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. തിരുത്തിയെങ്കിൽ പിന്നെന്ത് രണ്ടു ചേരി? അല്ലാഹുവല്ലാത്ത ആളുകളെ ആരാധിക്കാൻ പാടില്ല. ജിന്നിനെയും ചൈത്താനെയും കുട്ടിച്ചാത്തനെയും ആരാധിക്കാൻ പാടില്ല. ശിർക്കാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് നമുക്ക് നന്നായിക്കൂടെ ഒന്നിച്ച് മുന്നോട്ട് പോയിക്കൂടെ? സഹോദരങ്ങളെ, പ്രത്യേകിച്ച് മഹല്ലുകളിൽ പോലും അനൈക്യം ഉണ്ടാക്കരുത്. നമ്മള് ഒരു പള്ളി ഉണ്ടാകാൻ, ഒരു പ്രസംഗം കേൾക്കാൻ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ നടന്നൊരു കാലം മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ദൈവത്ത് നടക്കില്ല. ഒരു വിഭാഗം പറഞ്ഞ അതിന് പകരമായി നമുക്ക് തന്നെ മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഇസ്ലാം തുടങ്ങേണ്ടത് നമ്മിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാതിരിക്കണമെങ്കിൽ അവനവന്റെ ദൗത്യ നിർവഹണത്തിൽ എല്ലാവരും കണ്ണിയായി ഏകോദര സഹോദരങ്ങളായി ദഅവാ മാർഗത്തിൽ മുന്നേറാനുള്ള 100 കൊല്ലം തികയുന്ന KJU രൂപീകരിച്ച് 100 കൊല്ലം തികയുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും സന്നദ്ധരാകണമെന്നാണ് പ്രത്യേകിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പടച്ച തമ്പുരാന്റെ പാശത്തെ മുറുകെ പിടിക്കണം. ഖുർആനും സുന്നത്തും വിട്ടേച്ചു പോകുന്നു. അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോവില്ല. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ മുമ്പുള്ള ഒരു കാലഘട്ടം ഓർക്കണം. ഇത് കുൻതും അഅദാ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. നിങ്ങളുടെ മനസ്സിനെ അള്ളാഹു ഒന്നിപ്പിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഏകോദര സഹോദരങ്ങളായിരുന്നു. നരകത്തിന്റെ പടുകുഴിയുടെ വക്കത്തായിരുന്നു നിങ്ങൾ ഹിദായത്തിലേക്ക് വന്നു, തൗഹീദിലേക്ക് വന്നു, സുന്നത്തിലേക്ക് വന്നു. ഇനി പണ്ടത്തെ പണിക്ക് പോകല്ലേ എന്ന് ഖുർആൻ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ദഅവാ മാർഗത്തിൽ ഒന്നായി നന്നായി ഏകോദര സഹോദരങ്ങളായി ഈ ദൗത്യം കിട്ടാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ പ്രയത്നം ഉണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.